ഇന്ത്യൻ ടക്കികളെ വൻതോതിൽ ആശങ്കയിലാക്കിയ പ്രഖ്യാപനമായിരുന്നു H1B വിസയുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത്. ഏകദേശം 2000 മുതൽ $5000 നിന്ന് $1,00,000 എന്ന നിലയിലേക്കായിരുന്നു ആ വർധന. ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ കടുത്ത വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ US ചേംബർ ഓഫ് കൊമേഴ്സ് നിയമയുദ്ധവും ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരു മാസത്തിന് ശേഷം H1B വിസ ഫീസിൽ ഇളവുകൾ വരുത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസവും പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള മേഖലകളിൽ വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് H1B വിസ ചട്ടം. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് തുടങ്ങിയ മേഖലകളിലെ പ്രൊഫഷണലുകൾക്കായി 1990-ലാണ് ഈ വിസ പദ്ധതി അമേരിക്ക ആരംഭിച്ചത്. ഇന്ത്യക്കാരായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. 2025 ജനുവരിയിലെ കണക്ക് പ്രകാരം 7.3 ലക്ഷം പേരുടെ കൈവശം H1B വിസയുണ്ട്. അതിൽ 70% പേരും ഇന്ത്യക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഫീസ് വർധന പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും അധികം ആശങ്കയിലായത് ഇന്ത്യക്കാരായിരുന്നു. $1,00,000, ഏകദേശം 87 ലക്ഷം രൂപ പ്രതിവർഷം ഫീസ് അടക്കേണ്ടി വന്നാൽ കമ്പനികൾ H1B വിസകൾ സ്പോൺസർ ചെയ്യുന്നതിൽ കുറവ് വരുത്തിയേക്കുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. ട്രംപിന്റെ ഉദ്ദേശവും ശരിക്കും അത് തന്നെയായിരുന്നു. തീവ്ര വലതുപക്ഷത്തിന്റെ ദീർഘനാളായുള്ള ആവശ്യമാണ് നടപ്പാക്കിയതെങ്കിലും തീരുമാനം ട്രംപിന് തിരിച്ചടിയാവുകയായിരുന്നു. H1B വിസയുടെ ഫീസ് വർദ്ധിപ്പിച്ചത് നിയമവിരുദ്ധമാണെന്നായിരുന്നു US ചേംബർ ഓഫ് കൊമേഴ്സ് കോടതിയിൽ നൽകിയ കേസിൽ ആരോപിച്ചത്. അമേരിക്കൻ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നും വിദഗ്ധരായ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ തടസ്സമാകുമെന്നും അവർ കോടതിയിൽ വാദിച്ചു. പിന്നാലെയാണ് ഫീ വർധനവിൽ ഇളവ് വരുത്തി ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയത്. പുതുതായി H1B വിസ എടുക്കുന്നവർക്ക് മാത്രമേ ഫീസ് വർധന ബാധകമാകൂ എന്നാണ് നിലവിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. വിസ മാറ്റാനോ കാലാവധി നീട്ടാനോ അപേക്ഷിക്കുന്നവർക്ക് ഉയർന്ന ഫീസ് ബാധകമല്ലെന്നും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 20 അർദ്ധരാത്രി 12:01 മുൻപ് നൽകിയിട്ടുള്ള H1B അപേക്ഷകളെയെല്ലാം ഫീസ് വർധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ നിലവിൽ H1B വിസയുള്ളവർക്ക് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും യാത്ര ചെയ്യുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. അവധിക്കാലം ആഘോഷിക്കാനോ സ്വന്തം നാട്ടിലേക്ക് പോയ H1B വിസയുള്ളവർ സെപ്റ്റംബർ 21 ശേഷമാണ് തിരികെ എത്തുന്നതെങ്കിൽ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടി വരുമെന്ന തരത്തിൽ പ്രചാരണങ്ങളൊക്കെ ശക്തമായിരുന്നു. അതിലാണ് പുതിയ പ്രഖ്യാപനത്തോടുകൂടി വ്യക്തത വന്നിരിക്കുന്നത്. ഓരോ വർഷവും 85,000 H1B വിസകളാണ് നൽകി വരുന്നത്. ഇന്ത്യയിലെ മധ്യവർഗ കുടുംബങ്ങളിലെ യുവജനത എല്ലാ തരത്തിലും മികച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരമായിട്ടായിരുന്നു H1B വിസകളെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം അമേരിക്കയിലായിരുന്നുവെങ്കിലും അതിന്റെ ഏറ്റവും വലിയ സാമൂഹികവും രാഷ്ട്രീയവുമായ കോളിളക്കങ്ങൾ ഉണ്ടായത് ഇന്ത്യയിലായിരുന്നു. ഫീസ് വർധന പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. ഇന്ത്യക്കാരുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തിയത്.